ലൈംഗിക അധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ഹർജി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ഹർജി സമർപ്പിച്ചു ബോബി ചെമ്മണ്ണൂർ. എപ്പോഴാണ് കേസ് പരിഗണിക്കുക കോടതി? ഉച്ചയ്ക്ക് ശേഷം ഈ കേസ് പരിഗണനയ്ക്ക് വരും, ഹർജി പരിഗണനയ്ക്ക് വരും. ഒരു ഇടക്കാല ജാമ്യം നിലവിലിപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ. അല്പസമയം മുമ്പാണ് ഈ ഹർജി കോടതിയിൽ സമർപ്പിച്ചത്. തിങ്കളാഴ്ചയും അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ചയും കോടതിയിൽ സ്പെഷ്യൽ മെൻഷനിങ് വേണ്ട, നേരെ മറിച്ച് ടുഡേ ആയി തന്നെ ഹർജി മൂവ് ചെയ്യാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തന്നെ പരിഗണിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്ന് ഈ ഹർജി ഇപ്പോൾ കോടതിയുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. സിംഗിൾ ബെഞ്ചിന്റെ മുന്നിലാണ് ഈ ഹർജി വരുന്നത്. അല്പസമയത്തിനകം ഈ കേസ് പരിഗണിക്കുക, ഒരുപക്ഷെ അതൊരു 1:45 ഈ കേസ് കോടതിയുടെ പരിഗണനയിലേക്ക് വരും. ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. ഇന്നിനി അഥവാ ഈ കേസിൽ ഈ ഹർജി മാറ്റിവെക്കുകയാണെങ്കിൽ, തൊട്ടടുത്ത ദിവസത്തേക്ക് മാറ്റുകയാണെങ്കിൽ, ഇടക്കാല ജാമ്യം കിട്ടിയില്ലെങ്കിൽ 2 ദിവസം കൂടി ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തുടരേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച കേസെടുത്താൽ പോലീസ് സ്വാഭാവികമായും പറയാൻ പോകുന്നത് ഞങ്ങൾക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ സമയം വേണം എന്നുള്ളതായിരിക്കും. അതിന് കുറച്ച് സമയം നൽകും. ആ ഒരു രീതി തുടർന്നാൽ ബോബി ചെമ്മണ്ണൂർ ഒരു 3-4 ദിവസത്തിൽ കൂടുതൽ ജയിലിൽ തുടരും. ഇനി അദ്ദേഹത്തിനൊരു ആശ്വാസകരമായ വിധിയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇടക്കാല ജാമ്യം. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ശ്രീകാന്ത്, എപ്പോഴാണ് ഇത് പരിഗണിക്കുന്നത്? പ്രധാനമായും ബോബി ചെമ്മണ്ണൂർ ഈ ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ചെമ്മണ്ണൂരിന്റെ വാദങ്ങൾ പ്രധാനമായും എന്തൊക്കെയാണ്? എത്രത്തോളം നിർണായകമാണ് ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച്? ശ്രീകാന്ത്, 1:45 കേസെടുക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കിട്ടുന്ന വിവരം. അത് അല്പസമയത്തിനകം അതിന്റെ കൂടുതൽ വിവരങ്ങൾ, വിശദാംശങ്ങൾ വരും. ബെയിൽ ആപ്ലിക്കേഷൻ 535/2025 എന്ന പേരിലാണ്, എന്ന നമ്പറാണ് ഇപ്പോൾ ഇട്ട് ഈ കേസിന്, ഈ ഹർജി ഇരിക്കുന്നത്. ശരി ശ്രീകാന്ത്, ലൈംഗിക അധിക്ഷേപ കേസിലാണ് ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഹർജി പരിഗണിക്കുക.